മേഖലകളിലും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ ഗുണഭോക്താക്കളായ നമ്മുടെ സ്ത്രീ സമൂഹം അടുത്ത 25 വർഷക്കാലം പിന്നിടുമ്പോൾ അവരും യഥാർത്ഥ അർദ്ധനാരീശ്വരികൾ ആകുമെന്ന് ഉറപ്പ്. ഇതിനെല്ലാം പുറമെ പരമമായ സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തി എല്ലാ നിയമനിർമ്മാണ സഭകളിലും 33% സ്ത്രീ സംവരണം ഉറപ്പുവരുത്തുന്ന ബിൽ ഐക്യകണ്ഠേനയാണ് ഇരുസഭകളും പാസാക്കിയത് എന്നത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അതിരറ്റ നിശ്ചയദാർഢ്യത്തെയും സ്ത്രീജനങ്ങളോടുള്ള പ്രതിബദ്ധതയെയും നമുക്ക് കാണിച്ചു തരുന്നു. ഈ ബിൽ അവതരണ വേളയിൽ സഭാ നടപടികൾ ചെയർമാന്റെ കസേരയിൽ ഇരുന്ന് നിയന്ത്രിക്കുവാനുള്ള അപൂർവമായ സൗഭാഗ്യം പാർലമെന്റിൽ കാലെടുത്ത് വെച്ച നാൾ മുതൽ ലഭിച്ചതും ലോകാരാധ്യനായ നരേന്ദ്രമോദിജിയുടെ സ്ത്രീകളോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നതല്ലേ? അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനും ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിചാരധാരകൾ രൂപപ്പെടുത്താനും കാശ്മീരും അരുണാചലും ഗുജറാത്തും പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനും തൻ്റേതായ സംഭാവനകൾ നിർവഹിക്കാനുണ്ട്. അതിനായുള്ള യജ്ഞം ഇന്നു മുതലേ തുടങ്ങണം. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, സ്ത്രീ ഉണർന്നാലേ നാടുണരുകയുള്ളൂ. നമ്മുടെ കൊച്ചു കേരളവും തൃശ്ശിവപേരൂരും തിരുവനന്തപുരവും